നമ്മൾ മുളപ്പിച്ച് പൊട്ടറ്റോ കഴിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസറസ് ആണ്, അതിൽ ക്യാൻസർ കോസിങ് കുറേ എന്തൊക്കെയോ കെമിക്കൽസിന്റെ പേരൊക്കെ ഉണ്ട്, അതുണ്ടോ? അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പൊട്ടറ്റോ എന്ന് പറഞ്ഞ ഒരു നൈറ്റ് ഷെയ്ഡ് ഫാമിലിയിൽ വരുന്ന ഒരു എന്താ പറയുക ഒരു വെജിറ്റബിൾ ആണ്. ഇതിൽ മൈക്രോ ഗ്രീൻസ് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ മൈക്രോ ഗ്രീൻസിനെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം. അതിൻ്റെ അകത്ത് അവർ പ്രത്യേകം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ പൊട്ടറ്റോ, ടൊമാറ്റോ തുടങ്ങിയൊന്നും ഒരിക്കലും മൈക്രോ ഗ്രീൻ ആയിട്ട് ഉപയോഗിക്കരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോയുടെ നമുക്കറിയാലോ, നമ്മൾ വെയിലത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പച്ച കളർ വീഴും. അതുപോലെ തന്നെ ഇതിന് ഈ മുളയും വരും. അപ്പോൾ ആ സമയത്ത് ഇതിൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ ആ പ്രോസസ്സ്, അത് പച്ചയാകുന്ന അല്ലെങ്കിൽ അതുപോലെ മുളയ്ക്കുന്നു, ആ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ചില കെമിക്കൽസ് ഉണ്ട്. ഗ്ലൈക്കോ ആൽക്കലൈഡ്സ് എന്ന് പറയും, ടെർപ്പിൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ പേരുള്ള കുറേ ആൽക്കലൈഡ്സ് ഉണ്ടാവും. അത് നമുക്ക് അത്ര നല്ലതല്ല ഹെൽത്തിന്. പക്ഷേ ആക്ച്വലി ക്യാൻസർ ഒന്നും ഉണ്ടാക്കില്ല. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഛർദി, ഒത്തിരി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബോധക്ഷയം, കാരണം അത് ന്യൂറൽ ഡാമേജ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ടെർപ്പിൻസ്. അത് ഞാൻ ഈ പറഞ്ഞ ഈ ഗ്ലൈക്കോ ആൽക്കലോയിഡ്സ് എന്ന്. അതായത് പൊട്ടറ്റോ മുളയ്ക്കുക അല്ലെങ്കിൽ പച്ച ആകുക ആ സമയം അങ്ങനെയുള്ള. പക്ഷേ ഒരു കാര്യമുണ്ട്, ഡേഞ്ചറസ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അതങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല, ഇതിന് ഭയങ്കര കയ്പ്പാണ്. അപ്പോൾ ഈ പൊട്ടറ്റോയ്ക്ക് നമുക്ക് അത്ര കയ്പുണ്ടെങ്കിൽ അർത്ഥം അത് മുളച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതാണെന്നാണ്. ഇനി നമുക്ക് ഒരു നിവൃത്തിയില്ല, നമുക്ക് വേറെ പൊട്ടറ്റോ ഇല്ലെങ്കിൽ അതൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ആ പച്ച ഭാഗം അല്ലെങ്കിൽ സ്പ്രൗട്ടഡ് ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് കഴിക്കേണ്ടി വരും. ആ പൊട്ടറ്റോ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ടൊമാറ്റോ എന്ന്, അതുപോലെ പൊട്ടറ്റോ അല്ലാണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ലാത്ത വെജിറ്റബിൾ അല്ല, ഈ മൈക്രോഗ്രീൻ ആയിട്ട് മുളപ്പിച്ചിട്ട് കഴിക്കാൻ പാടില്ലാത്ത അതാണ് ടൊമാറ്റോ, ഈ ഇത് നമ്മുടെ ബ്രിഞ്ചാല്, ഈ പൊട്ടറ്റോ, നൈറ്റ് ഷെയ്ഡ് ഫാമിലി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്ന വെജിറ്റബിൾസ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പെറ്റ് ബോട്ടിൽസിന്റെ കാര്യം പറഞ്ഞ പോലെ പൊട്ടറ്റോസ് ഡോക്ടർ ശ്രദ്ധിച്ചിട്ടില്ലേ? വഴിയിൽ പച്ചക്കറി കടകളിലെല്ലാം പൊട്ടറ്റോസ് നല്ലോണം സൂര്യനെ നോക്കിയിട്ടാണ് ഇരിക്കുക. പച്ചക്കളർ വരുന്നവരെ കുഴപ്പമില്ല, പച്ചക്കളർ വരത്തില്ല, ഒരു മനസ്സിലായി, ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നവരെ കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് ഫാസ്റ്റിംഗ്. അത് ഈ അടുത്തായിട്ട് കേട്ടുവരുന്നൊരു കാര്യം, അതായത് ഒരു 5 days മുകളിലേക്ക് ഫാസ്റ്റ് ചെയ്താൽ ക്യാൻസർ സെൽസ് താനെ ഹീലാവും എന്ന്. അതായത് ക്യാൻസർ സെൽസ് തന്നെത്താനെ കഴിക്കുന്നു, അങ്ങനെ എന്താണ് പറയുന്നത്? ഇതാണ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് നമുക്ക് ഇടയ്ക്കൊക്കെ ഫാസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അതിന് ഫാസ്റ്റിംഗ് കൊണ്ട് ഗുണപ്രദമായ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. നമ്മുടെ വെയിറ്റ് എല്ലാ അസുഖത്തിനും, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർ വെൽബീയിങ്ങിന് ഫാസ്റ്റിംഗ് ഒരു നല്ല കാര്യമാണ്. ആരോഗ്യത്തിന് ഫാസ്റ്റിംഗ് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഫാസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാൻസർ മാറുകയോ അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കുകയോ ചെയ്തില്ല. ഫാസ്റ്റിംഗ് കൊണ്ട് നമുക്ക് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു ബൂസ്റ്റ് കൊടുക്കാൻ പറ്റും. ഈ ക്യാൻസറുമായിട്ട് ഇതിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. ഫാസ്റ്റ് ചെയ്തുകൊണ്ട് ക്യാൻസർ മാറില്ല, അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കില്ല. ഇവർ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എത്തുന്നവർ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഓട്ടോഫജി. ഓട്ടോഫജി ഇൻഡ്യൂസ് ചെയ്യും, അതുകൊണ്ട് ഓട്ടോഫജി കാരണം ക്യാൻസർ മാറും എന്നൊക്കെയാണ്. പക്ഷേ ഓട്ടോഫജി എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം മാത്രമാണ്. ഓട്ടോഫജി ഒരു നല്ല കാര്യമുണ്ട്, ചീത്ത കാര്യമുണ്ട്. അത് ബാലൻസിൽ പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യവും ബാലൻസിൽ പോകണം. ഓട്ടോഫജി ഒരു ലിമിറ്റ് വിട്ട്, നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോഫജി ആക്ടിവേറ്റഡ് ആകും. പക്ഷേ ഒരു ലിമിറ്റ് വിട്ട് ഓട്ടോഫജി ആയാൽ അത് നമ്മുടെ ശരീരത്തിന് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ ഓട്ടോഫജി ഇൻഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്, അതുകൊണ്ട് നമുക്ക് ഗുണഫലങ്ങളുണ്ട്. അപ്പോൾ ഇത് ഓട്ടോഫജി ഉണ്ടാകും. അതിൻ്റെ കൂടത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്തൊരു വാർബർഗ് എഫക്റ്റ് എന്ന് പറഞ്ഞ്, അതായത് ഗ്ലൂക്കോസ് മെറ്റബോളിസം, ഗ്ലൂക്കോസ് ക്യാൻസർ സെൽസിന് ഗ്ലൂക്കോസ് വേണം, അപ്പോൾ ഗ്ലൂക്കോസ് ഡിപ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ മാറും എന്നൊക്കെ പറഞ്ഞ് ഈ വാർബർഗ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള പേരുകളുണ്ട്. ഇതെല്ലാം എടുത്തു വെച്ചാണ് ഇവരിങ്ങനെ തട്ടിവിടുന്നത്. പക്ഷേ ഇതിൻ്റെ റിയൽ സയൻസ് എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓട്ടോഫജി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ മൊത്തമായിട്ടൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ശരീരം മൊത്തമായിട്ട് നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും എന്താ പറയുക, ഒരു റെക്കമെൻഡബിൾ ആറ്റിറ്റ്യൂഡല്ല. ഒരു ഫാസ്റ്റിംഗ് ഫോർ എ ലിമിറ്റഡ് പീരീഡൊക്കെ നല്ലതാണ്. പക്ഷേ ഫാസ്റ്റ് ചെയ്ത് ക്യാൻസറിനെ മാറ്റാമെന്നോ അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കുമെന്നൊന്നും പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. ക്യാൻസർ ഉള്ള ഒരാളെ കൊണ്ട് 4-5 ദിവസം അടുപ്പിച്ച് ഫാസ്റ്റ് ചെയ്യിപ്പിച്ച കാര്യം അപകടത്തിലാണ്. ഡിസീസ് ഒന്നും മാറത്തില്ല. ഈ ഒപ്റ്റിമലായിട്ട് ഇപ്പോൾ ഒരു ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിന് എത്ര ദിവസം ഫാസ്റ്റ് ചെയ്യാം? ഐ മീൻ ലൈക്ക് ഇപ്പോൾ ഇത്ര ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരു 2 പ്രാവശ്യം എന്നൊക്കെ നിങ്ങൾ പറയാം, ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ? ഡിപ്പെൻസ് ഓൺ യുവർ ഹെൽത്ത് ആണത്. നമുക്ക് അതിന് സ്പെസിഫിക് ആയിട്ട് അത് ഓരോരുത്തരായിട്ട് നമുക്ക് ചിലർക്ക് കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റും, ചിലർക്ക് അത്രയും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എക്സ്പെഷ്യലി ഡിസീസ് ഉള്ളവർ ഈ പറഞ്ഞ അത് മെഡിക്കൽ സൂപ്പർവിഷന് മാത്രമേ ചെയ്യാൻ, ഡയബറ്റീസ് ഒക്കെ ഉള്ളവർ, കാരണം അത് കൂടുതൽ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ത്രൂ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. നല്ലതാണ്, കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളിൽ നമുക്ക്
നമുക്ക് അതിൻ്റെ ഒരു ഇൻഫോ കിട്ടും, നമുക്കൊരു എഡ്യൂക്കേഷൻ കിട്ടും. പക്ഷേ ഇതേപോലെ കുറേ മിസ്ലീഡിങ്ങും ഉണ്ടാവും. അത് കാണുമ്പോൾ ആസ് ദി എക്സ്പേർട്സ്, അതായത് ചില സാധനങ്ങൾ നമ്മൾ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് നമ്മൾ ചില സാധനങ്ങളിൽ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കിട്ടുന്നതെന്നൊരു ഫീൽ ഉണ്ടാവുമല്ലോ. ആസ് എക്സ്പേർട്സ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഡോക്ടേഴ്സിന്? പലപ്പോഴും എന്താ പറയണേ, ആർക്ക് നമുക്ക് അവരുടെ അഭിപ്രായം പറയാം. അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത. അവർ ഇഷ്ടമുള്ളത് പറയാം, നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പലപ്പോഴും എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഈ ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിട്ട് ഇതങ്ങോട്ട്, ഇതിപ്പോൾ പറഞ്ഞ പോലെ നാരങ്ങ വെള്ളം കുടിക്കൂ, നല്ല ചൂട് നാരങ്ങ വെള്ളം കുടിക്കൂ, ക്യാൻസർ മാറും. പിന്നെ അത് കേട്ട് എൻ്റെ ബാക്കിയെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കത്തില്ല. പിന്നെ കുറച്ച് സ്ഥിരമായിട്ട് നാരങ്ങ വെള്ളം കുടിച്ച് ക്യാൻസർ വരുമ്പോഴത്തേക്കും അയ്യോ ഞാൻ ഇത് ചെയ്തിട്ടും ക്യാൻസർ വന്നു എന്നുള്ള രീതിയില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ മെഡിക്കൽ സബ്ജക്ട്സിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് ഗവൺമെൻറ് അതിനൊരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തണം. അതിന് നമ്മളിപ്പോൾ സിനിമയ്ക്കൊക്കെ സെൻസർ ബോർഡില്ലേ, അതുപോലെ മെഡിക്കൽ സബ്ജക്ട്സ് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അതിനൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പലപ്പോഴും ഇതുപോലെയുള്ള എന്താ പറയുക, ചുമ്മാ വീട്ടിലിരിക്കുന്ന ഈ യൂട്യൂബറും ഏറ്റവും കൂടുതൽ വരുന്ന യൂട്യൂബിലാണ് ഈ പ്രശ്നം വരുന്നത്. ഫേസ്ബുക്കിൽ അത്രയില്ല. കാരണം യൂട്യൂബ് ഇൻകം കൂടണമെങ്കിൽ വ്യൂവർഷിപ്പ് കൂടണം. അപ്പോൾ അതുപോലെ ഇപ്പം ചില ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ മെഡിക്കൽ അല്ലെങ്കിൽ ഒരു സയൻസ് ഒരിക്കലും ഒരു ഗ്യാരണ്ടി പറഞ്ഞൊരു വീഡിയോ എടുത്തില്ല. അതായത് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്ന മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ രക്തക്കുഴലുകൾ ക്ലീൻ ആകും, അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞവൻ ബ്ലോക്ക് മാറും, ഇല്ല ഈ വിറ്റാമിൻ കഴിച്ചാൽ നിങ്ങൾ പടക്കുതിരയെ പോലെ പായും, അല്ലെങ്കിൽ 40 കഴിഞ്ഞവർ സ്ട്രിക്റ്റായും കഴിക്കേണ്ട വിറ്റാമിനുകൾ എന്നൊക്കെ പറഞ്ഞുള്ള ആ ടൈപ്പ് ഹെഡ്ലൈൻസ് ഇടുന്നതാണ്. അപ്പോൾ ആൾക്കാരെല്ലാവരും, ഇപ്പം എല്ലാവർക്കും നമുക്ക് ഒരേ രീതിയിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലോ. ഇപ്പം കേൾക്കും രക്തക്കുഴലുകൾ ക്ലീൻ ആക്കാൻ ഇത് കഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് കീഴേ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവന് ഇഷ്ടമുള്ള XYZ ജ്യൂസ് അടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയ വഴി ധാരാളം കിട്ടുമെങ്കിൽ ഇങ്ങനെ വരുന്നത് ഒരു അപകടമാണ്. സർക്കാർ ഇടപെടണം. ഒരു സെൻസർ ബോർഡ് പോലെ എന്തെങ്കിലും ഒരു സംഭവം ഇതുപോലെയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ മെഡിക്കൽ മെസ്സേജസ് കൊടുക്കുന്നതിനെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ.